ഇതെത്ര നാണം. അമ്മയ്ക്ക് ഞാൻ ഹോർലിക്സ്, ബിസ്ക്കറ്റ്, ഓറഞ്ച് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ചവനപ്രാശം മുത്തശ്ശിക്കെന്ന് പറഞ്ഞ് പ്രത്യേകം വാങ്ങിയതാ. അങ്ങോട്ട് കൊടുത്തൂടെ? എന്തിനാ ഇതൊക്കെ പാറക്കുട്ടി? എനിക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും അമ്മയ്ക്ക് എന്തെങ്കിലും കൊണ്ടുവരാതിരിക്കാൻ എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. സത്യം പറഞ്ഞ കത്ത് കിട്ടിയപ്പോ സങ്കടം വന്നു. തിരുവോണം മാത്രമല്ലല്ലോ, അമ്മയുടെ പിറന്നാളും കൂടെ അല്ലേ. കയ്യിലാണെ കാശില്ല. എന്താ ഇത്ര ബുദ്ധിമുട്ട്? കുറുപ്പ് ഇപ്പൊ സൂപ്രണ്ട് ആയില്ലേ? അത് കൂടാതെ നിനക്കും ഇല്ലേ 12,000 രൂപ? ഓ, അതൊന്നും പറയണ്ട എന്റെ അമ്മേ. ചെലവിന്റെ പുറത്ത് ചെലവാ. ഈ പെണ്ണിനെ കൊണ്ടുവരണ്ടെന്ന് കരുതിയതാ. പിന്നെ നമ്മുടെ കൊച്ചുവിഷം വരുന്ന സ്ഥിതിക്ക് എങ്ങനെ കൊണ്ടുവരാണ്ടിരിക്കുക? എന്റെ മോളെ കാണുമ്പോ എല്ലാരും അവളോട് പറയുന്ന പോലും നിന്റെ മുത്തശ്ശിയെ വരച്ചു വെച്ചിരിക്കുകയാണെന്ന്. അതൊക്കെ ആൾക്കാർ വെറുതെ പറയല്ലേ. ആര് കണ്ടാലും പറയും അവള് നിന്റെ തനിപ്പകർപ്പാണെന്ന്. എന്റെ പോലും അല്ല. കീഴാറ്റുമടം പോറ്റി എന്ന് കേട്ടിട്ടുണ്ടോ? മഹാമാന്ത്രികനാ. അദ്ദേഹത്തെ കൊണ്ട് അമ്മായിക്ക് ഞാനൊരു ദേഹരക്ഷ എഴുതി വാങ്ങിച്ചു. എന്തോന്നാ കുറുപ്പേ, ഈ സമ്പ്രദായമൊക്കെ നിർത്താറായില്ലേ? അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കമ്മേ. ഇതിനാ ഈ മനുഷ്യൻ കാശ് കളയുന്ന മുഴുവനും. അമ്മ ഉടുപ്പെന്ന് ഊരാൻ പറയൂ. കയ്യിലും കഴുത്തിലും എന്തൊക്കെയാ കെട്ടി തൂക്കിയിരിക്കുന്ന നോക്കൂ. അരയിലും ഉണ്ട് ഒരു 5-6 എണ്ണം പറയാതെ എന്റെ പാറു. ഇതൊക്കെ ഒരു ദേഹരക്ഷക്കല്ലേ അമ്മായി? നിങ്ങളുടെ ഈ രക്ഷയെടുത്ത് കാരണം എനിക്കും മക്കൾക്കും രക്ഷയില്ലാണ്ടായി. നിന്റെ രക്ഷയ്ക്ക് ഞാനില്ലേ പാറു? വരാം വരാം എന്ന് എല്ലാ കത്തിനും പറയുന്നതല്ലാതെ ഒരിക്കലും വരലുണ്ടാവില്ല. എനിക്കറിയില്ല നിന്നെ. അതെങ്ങനെയാ ഒരു ദിവസം ഹോസ്പിറ്റലിൽ പോകാതിരുന്ന ആകാശം ഇടിഞ്ഞു വീഴില്ലേ? ഇതിപ്പോ അമ്മ തന്നെ നേരിട്ട് എഴുതിയപ്പോ വരാണ്ടിരിക്കാൻ പറ്റൂ? പ്രത്യേകിച്ച് കൊച്ചേഷം വരുന്നതല്ലേ. അമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ തീരുമാനങ്ങളുണ്ട്. അതുകൊണ്ടാ ഹേമയെ പ്രത്യേകം കൊണ്ടുവരണമെന്ന് പറഞ്ഞത്. സുമതികുട്ടി, നിന്റെ ഈ മോഹം മനസ്സിലിരിക്കത്തേ ഉള്ളൂടി. അമ്മ അങ്ങനെ ഒരു നിർബന്ധം പിടിച്ചോണ്ട് ഒന്നിച്ചൊന്ന് കൂടാൻ പറ്റി. അമ്മ ഫോൺ ചെയ്യുമ്പോ നിങ്ങൾ ആരൊക്കെ വന്നില്ലെങ്കിലും രാധികയെ കൊണ്ടുവരണമെന്ന് എടുത്തു പറഞ്ഞു. എന്തൊക്കെയോ കണക്കുകൂട്ടലുണ്ടെന്ന് വെച്ചോളൂ. നിന്റെ കണക്കുകൂട്ടലുകൾ ഒന്നും നടക്കില്ല എന്റെ പൊന്നു ചേച്ചി. അയ്യോ മിനിക്കുട്ടി, എന്താ ഇത്? ഈ മുറി തുറക്കാൻ പാടില്ലെന്നറിയില്ലേ? ഞങ്ങള് കളിക്കാൻ വന്നതാ. ഇത് കളിക്കാനുള്ള സ്ഥലമാണോ? ഇതിനകത്ത് ആർക്കും കേറാൻ പാടില്ലെന്നറിയില്ലേ? കേറിയാൽ എന്താ? ഇത് അമ്പൂറ്റുമാന്റെ പൂജാമുറിയാ. അടുത്തത് കാശി യാത്രയാണ്. ചിങ്ങം പകുതിയോടെ പുറപ്പെടണം. ഹരിയോം ഹരി, ഹരിയോം ഹരി എന്നാലല്ലേ പുറപ്പെട്ടുള്ളൂ. വൈകിക്കണ്ട. ഹരിയോം ഹരി. അമ്മേ മഹാമായേ, യാത്രയൊക്കെ സുഖമായിരുന്നു അമ്മൂട്ടി. ദൈവകൃപ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും വന്നില്ല. മൂകാംബികയിലും പഴനിയിലും തിരുപ്പതിയിലും എല്ലാം ദർശനം ഐശ്വര്യമായിരുന്നു. കുടജാതിയിൽ വെച്ച് ഒരു യോഗിവര്യനെ പരിചയപ്പെടുകയുണ്ടായി. അദ്ദേഹം തന്ന ഏകമുഖ രുദ്രാക്ഷം അമ്മയ്ക്കിരിക്കട്ടെ. അമ്പൂറ്റി കുളിച്ചെല്ലാം കഴിക്കാൻ നോക്ക്. ആവട്ടെ. ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എപ്പോ എത്തി? ഇപ്പോഴെത്തി. തിരുപ്പതി അടിവാരത്തിൽ പഴയ ഏട് നോക്കി ഫലം പറയുന്ന ഒരു ജോത്സ്യനുണ്ടെന്ന് കേട്ടു. അറിയാമോ? തുടങ്ങി നിങ്ങളുടെ ഒരു ജോത്സ്യം. അറിയാമോ? അടുത്ത വാരം ഞാൻ അടിവാരത്തിലേക്കാണ് പോകുന്നത്. എന്റെ അമ്പുജാക്ഷ, നിനക്ക് ഇനിയെങ്കിലും ഈ യാത്ര നിർത്തിക്കൂടെ? പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ അംബുജാക്ഷനല്ല, അമ്പൂറ്റി സ്വാമിയാണ് കുഞ്ഞെ. കുഞ്ഞോ? ഇത് നിന്റെ ചേച്ചിയാണ്. എല്ലാവരും നമുക്ക് കുഞ്ഞുങ്ങളാണ് കുഞ്ഞെ. ഹരിയോ. നിന്റെ ആങ്ങളെ ശരിയാവുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. വേണ്ട, വേണ്ടെങ്കി വേണ്ട. വിളക്കിനു സൂര്യൻ
എനിക്കിനി വയ്യമ്മേ കൈയടിക്കുന്നു. എന്റെ ഭഗവാനെ, നടക്ക് നേരെ ഒന്ന് കുരുത്തക്കേട് പറയില്ലേ മോളെ. 1 2 ആണോ? 101 ഇല്ലേ? എനിക്ക് വയ്യ, അമ്മയല്ലേ നേർന്നത്, ബാക്കി അമ്മ ഉടക്കെ. അയ്യോ, അങ്ങനെ പറയില്ലേ മോളെ. വഴിപാട് നിന്റെ കൈ കൊണ്ട് തന്നെ നടത്തണം, എങ്കിലേ കൊച്ചുകൃഷ്ണ ഭർത്താവായിട്ട് കിട്ടൂ. എന്റെ കാലയിലാണ് ഓടക്കാൻ പറഞ്ഞേ. ആ ചിന്തയെങ്കിലും സുമതിക്കുട്ടിക്കും പാറക്കുട്ടിക്കും വേണ്ടേ? അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അമ്മായി. 3ാം തലമുറയിലെ ഒരേ ഒരു ആന്തരി. അവന്റെ പൊസിഷൻ, ശമ്പളം, ആരെ ഇങ്ങനെ ഒരു ചെറുക്കനെ വേണ്ടാന്ന് വെക്കുക. പിന്നെ മുത്തശ്ശിയുടെ കാലശേഷം ഈ തറവാടും അവനാ. ഓ, ഞാൻ അതൊന്നും ഓർത്തിട്ടല്ല. രാധികയ്ക്ക് പണ്ടേ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിപ്പോയി, അതുകൊണ്ടാ. ആ, അങ്ങനെ വരട്ടെ. ഇതിനാണ് മനപ്പൊരുത്തം എന്ന് പറയുന്നത്. കൊച്ചുകൃഷ്ണന്റെ മനസ്സിൽ പിന്നെ എന്തുവാന്ന വിചാരം? ഹൃദയം ഇടിക്കുന്നത് പോലും രാധിക രാധിക എന്നല്ലേ? അവൻ എന്തെങ്കിലും പറഞ്ഞോ? എന്തിനാ പറയുന്നത്? അവൻ താമസിക്കുന്ന മുറിയിലോട്ട് കയറി ചെന്നാ കാണാം. ദേ, ഈ വലിപ്പത്തിൽ ഒരു ഫോട്ടോ. ആരുടെ? രാധികയുടെ. കാലത്ത് എഴുന്നേക്കുമ്പോ കണി കാണാനാണത്രേ. ചെറുപ്പം മുതലേ അവന്റെ മനസ്സിൽ രാധികയുടെ രൂപം, ഈ രൂപത്തൊട്ടിൽ അശോകചക്രം പതിക്കൂലേ, അതുപോലെ അങ്ങ് പതിഞ്ഞു പോയിന്ന്. നേരോ? ആ, എടാ കള്ള, എന്നാൽ അവനത് പറയാൻ മേലെ. അവന് നേരിട്ട് പറയാനുള്ള മടി കൊണ്ടല്ലേ എന്നെ അയച്ചത്. ദേ, ഇത് കേട്ടില്ലേ? രണ്ടുപേരും പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് ലക്ഷ്മി. അല്ല, അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹമുള്ള സ്ഥിതിക്ക് നമ്മൾ വേണോ അത് നടത്തി കൊടുക്കാൻ. ആ, ഓ എന്ന് പറഞ്ഞാ പോരാ, അമ്മാവനും അമ്മായും കൂടെ വേണം അതിന് മുൻകൈ എടുക്കാൻ. മുൻകൈ എടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ കുഴപ്പം എടുക്കാനാ? നിങ്ങളൊന്നും മിണ്ടാതിരിക്കൂ. ഈ കാര്യത്തിൽ എനിക്കൊരു അല്പം നിർബന്ധബുദ്ധി ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കൊള്ളൂ. ദാ, ഈ വീറും വാശി മനസ്സിലുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമേ ഇല്ല. കൊച്ചുകൃഷ്ണനും കാർത്തികയും തമ്മിലുള്ള വിവാഹമേ നടക്കൂ. അവന്റെ മനസ്സിലിരിപ്പു അതാ. എപ്പോഴും കാർത്തിക കാർത്തിക എന്നൊരു വിചാരമേ അവനുള്ളൂ. എന്താ കാര്യം? എന്താ കാര്യം? അവളല്ലേ ഈ കൂട്ടത്തിൽ സുന്ദരി. നിങ്ങളിത് കേൾക്കുന്നില്ലേ? എന്തുമാത്രം മഞ്ഞപ്പൊടിയും പയറുപൊടിയും പിന്നെന്താ ഒരു സാധനം, പയറാൻ ലൗലി. ആ അതും കൂടെ അരച്ച് കുഴച്ച് തേച്ചിട്ടാ ഈ പരുവ് എത്തിച്ചെന്നറിയോ? അല്ലെങ്കിലും അവൾ എന്നെ പോലെയാ. അതിപ്പോ പ്രത്യേകം പറയണോ? ഇതുപോലെ ഉരുട്ടി കുഴച്ച് വെച്ചിരിക്കല്ലേ. സൗന്ദര്യം വർണ്ണിച്ചേക്കാനുള്ള സമയമില്ല ഇത്. കണ്ടോ കണ്ടോ, ഇങ്ങനെ എപ്പോഴും ഇങ്ങനെയാ. എന്നെ പറ്റി ആരെങ്കിലും നല്ല കാര്യം പറഞ്ഞ ഇങ്ങനെ ഇഷ്ടപ്പെടുകയില്ല. അല്ലെങ്കിൽ എന്നെ ഇനിയിപ്പൊ അതും പറഞ്ഞു വഴക്ക് വേണ്ട. ഈ കല്യാണം കുറുപ്പമാവന്റെ ഒരു പ്രസ്റ്റീജ് പ്രശ്നമാ. അതിന്റെ ടെൻഷനാ. അങ്ങനെ പറഞ്ഞു കൊടുക്ക്. എന്തു വന്നാലും മേനോനും കൈമളും കൊച്ചുകൃഷ്ണനെ കണ്ടോണ്ട് വെള്ളം അനത്തണ്ട. മുത്തശ്ശിയുടെ സ്വത്ത് മുഴുവൻ അവനുള്ളതാ. അതെന്റെ മോളെ അനുഭവിക്കും. അനുഭവിക്കും എന്ന് പറഞ്ഞതുകൊണ്ടായില്ല. കൊച്ചുകൃഷ്ണനെ മരുമകനായി കിട്ടിയാലേ അത് നടക്കും. അതിനൊരു യോഗം വേണ്ടേ? ആ യോഗമായിട്ടല്ലേ ഞാൻ വന്നിരിക്കുന്നത്. കുട്ടിക്കാലം മുതലേ അവൻ ഹേമയെ മനസ്സുകൊണ്ട് ഭാര്യയാക്കി കഴിഞ്ഞു. ആ സ്ഥിതിക്ക് നിങ്ങൾ പിടിച്ച പിടിയിൽ നിൽക്കണം, അത്ര തന്നെ. ആകെപ്പാടെ ഒരു കൊച്ചുകൃഷ്ണൻ വെട്ടിമുറിച്ചെടുക്കാൻ പറ്റുമോ? ഒന്നുമില്ലെങ്കിലും നീ ഇളയതല്ലേ, നമുക്കങ്ങ് ഒഴിഞ്ഞു മാറാം. അയ്യ, ഒഴിഞ്ഞു മാറാനോ? ഈ മനുഷ്യൻ കാരണം ഒന്നും നടക്കാത്തത്. അവരൊഴിഞ്ഞു മാറട്ടെ. ഈ കാര്യത്തിൽ ഞാൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. അമ്മയുടെയും ചേച്ചിമാരുടെയും വാക്ക് കേട്ട് അന്നൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതുകൊണ്ടാ എനിക്ക് ഗതി വന്നത്. സുമതിക്കുട്ടി, നീ എന്താ പറഞ്ഞു വരുന്നെന്ന് എനിക്ക് മനസ്സിലായി. എന്താ? ഞാൻ പറഞ്ഞത് കാര്യമല്ലേ? പറയും, എപ്പോഴും പറയും. ഞങ്ങൾ തമ്മിൽ 24 വയസ്സിന്റെ വ്യത്യാസമാ. ആഹാ, പക്ഷെ ഇപ്പോഴും രണ്ടുപേരും തമ്മിൽ എന്തൊരു ചേർച്ച. ഇവളിത് കണ്ണി കണ്ടോടൊക്കെ പറഞ്ഞ് എനിക്ക് എണീറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. സത്യമല്ലേ പറഞ്ഞത്? എല്ലാരും കൂടെ ചേർന്ന് എന്നെ ചതിച്ചതാ. ആരാടി ചതിച്ചത്? ചൊവ്വാദോഷമുള്ള ജാതകം കൊണ്ട് നിന്റെ അമ്മ നാട് നീളെ നടന്നല്ലേ? ഇപ്പൊ നമ്മൾ മോളുടെ കല്യാണക്കാരും അല്ലേ ചർച്ച ചെയ്യുന്നത്, അമ്മയുടെ അല്ലല്ലോ. വയസ്സിന്റെ കാര്യം പറഞ്ഞ് തർക്കിക്കാൻ. ആദ്യം തന്നെ നിങ്ങൾ ഒരു തീരുമാനത്തിലെത്തും. മോളുടെ കല്യാണം നടത്തണോ അതോ നിങ്ങൾ തമ്മിൽ ഡൈവോഴ്സ് ചെയ്യണോന്ന്. രണ്ടായാലും എന്റെ സഹായം ഉണ്ടാവും. എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി, ആരൊക്കെ പിണങ്ങിയാലും ശരി, കൊച്ചുകൃഷ്ണ ഹേമയുടെ കഴുത്തിലെ താലി കെട്ടു. ആഹാ, ഈ വീറും വാശിയും അവസാനം വരെ ഉണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഈ കിളവൻ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു ഒതുക്ക്. പാരവയ്ക്കാനുള്ള ഒരു പാട്. കൊച്ചുകൃഷ്ണേട്ടനെ ഞാൻ തന്നെ കെട്ടണമെന്ന് വലിയ നിർബന്ധാണല്ലേ? അല്ല, നിർബന്ധമൊന്നുമില്ല. കൊച്ചുകൃഷ്ണ, ഒന്ന് എന്റെ തലയിലായടാ. അയ്യോ, എന്താ കാണിക്കുന്നത്? ഞാൻ എക്സർസൈസ് ചെയ്യൂല്ലോ. അതൊന്നും വേണ്ട. ഇത് വീണ് കാലോ കൈ ഒടിഞ്ഞ കാർത്തികേത് ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? കാർത്തികയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇത് എടുക്കുന്നത്. പിന്നെ കാർത്തികക്ക് വേണ്ടി ഇതൊക്കെ എന്താ എടുത്ത് നോക്കുന്നത്? അതാണ് എന്റെ കുട്ടൻസ്. അമ്മാവൻ അറിഞ്ഞൂടാ, എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം ഇതല്ലേ. രാവിലെയും വൈകുന്നേരവും ഇത് മുടങ്ങാതെ ചെയ്താൽ ഈ സൗന്ദര്യം ഇല്ലാത്തവർക്കും സൗന്ദര്യം ഉണ്ടാവും. അപ്പൊ സൗന്ദര്യം ഉണ്ടാക്കാനുള്ള മരുന്ന് ഇതാണല്ലേ?
നോക്കിക്കോ, എന്റെ മോളുടെ സൗന്ദര്യം ഞാൻ ഇങ്ങനെ കേടഞ്ഞെടുക്കും. ഏമയും രാധയും ഇത് കണ്ട് അങ്ങോട്ട് അസൂയപ്പെടട്ടെ. അതെ അതെ ഇങ്ങനെയാണ് സൗന്ദര്യം ഉണ്ടാക്കുന്നുള്ള രഹസ്യം എന്റെ പൊന്നു മോൾ ആരോടും പറഞ്ഞേക്കല്ലേ. നിങ്ങൾ ഇത്രയൊക്കെ അറിഞ്ഞു വെച്ചിട്ടും എന്നോടൊരു വാക്ക് ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഇനി ഇക്കാര്യം നിന്നോട് പറയാത്ത കുഴപ്പമുള്ളൂ. നിനക്കും കൂടെ ഓ ഇത്രേ ഉള്ള വല്ല മരുന്നല്ലോ വെച്ചാ മതി. ആഹാ വാ. ഇങ്ങനെ സൗന്ദര്യം ഉണ്ടാക്കി വരുമ്പോ എന്താ മോളെ ഇത്? വന്ന വഴി കാലൊന്ന് തട്ടി. സൂക്ഷിക്കണ്ടേ? വല്ലതും പറ്റിയോ? ഓ സാരമില്ലമ്മേ. ഉം. എങ്ങോട്ടിറങ്ങിയാലും വേദനയും മാനഹാനി എനിക്കാണല്ലോ. പണ്ടേ അതാണല്ലോ എന്റെ തലവിധി. എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? ഇതുവരെയായിട്ടും രാധികയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാത്തത് എന്താ? 3 ജാതകം ഒരുപോലെ ചേരുന്ന സ്ഥിതിക്ക് ഞാൻ എന്ത് തീരുമാനം എടുക്കാനാ? നിങ്ങൾ തമ്മിലൊരു ധാരണയിലെത്താൻ പറഞ്ഞില്ലേ? അങ്ങനെ ഒരു ധാരണയുടെ ആവശ്യമുണ്ടോ? അമ്മയുടെ മൂത്ത മോള് ഞാനല്ലേ. രാധികയല്ലേ അമ്മ ആദ്യം കയ്യിലെടുത്ത് പേര് വിളിച്ചത്. അന്ന് അവള് കൊച്ചേഷന്റെ പെണ്ണാണെന്ന് അമ്മ പറഞ്ഞത് ഓർമ്മയില്ലേ? ഓ അത് മറന്നു. അല്ലെങ്കിലും എനിക്കറിയാം, പണ്ട് മുതലേ ഞാൻ ഈ വീട്ടിൽ ഒരു അധികപ്പറ്റ. എന്റെ ഭർത്താവാണെങ്കിൽ ഇതിനൊന്നിനും ഇടപെടില്ല. അതാ ഞാനിങ്ങനെ ഒറ്റപ്പെടുന്നത്. കൊച്ചേഷനെ കിട്ടിയില്ലെങ്കിൽ എന്റെ കുട്ടി വല്ല അവിവേകം കാണിക്കുമെന്നാ പേടി. നീ ഇങ്ങനെ പറഞ്ഞോണ്ടായില്ല. കെട്ടണ കൊച്ചുകൃഷ്ണ അവൻ ഒരു ആരും ഇഷ്ടമെന്ന് പറയട്ടെ. അത് ഞാൻ നടത്താം. അത് മതി. അങ്ങനെയാണെങ്കിൽ അവൻ രാധികയുടെ പേരെ പറയൂ. അവന്റെ മനസ്സെനിക്ക് നന്നായിട്ട് അറിയാം. ഇക്കണക്കിന് നല്ലത് കൊച്ചുകൃഷ്ണൻ 3 പേരെ കല്യാണം കഴിക്കുന്നതാ. അമ്പറ്റും എല്ലാം പറഞ്ഞോ? ഇല്ലേ, നാമം ജപിച്ചതാണേ. അയ്യോ അയ്യോ എന്താ ഇത്? ഇവിടെ അല്ല ഭ്രാന്ത്, അവിടെയാണ്. നീ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അവിടെ അമ്മയും മോളും കൂടെ കൂലങ്കഷമായ ചർച്ച. കല്യാണക്കാര്യം തന്നെ. മൂത്ത മകളാണെന്ന സെന്റിമെന്റ്സും പറഞ്ഞ് അമ്മായിയെ കയ്യിലെടുക്കാനുള്ള ശ്രമമാണ് ലക്ഷ്മിക്കുട്ടിയുടെ. എന്നാ എനിക്കതൊന്നും അറിയണമല്ലോ. കാളെ വെച്ചെന്ന് കേൾക്കും മുമ്പേ കയറെടുക്കാതെ. നിന്റെ അമ്മയല്ലേ, കുറുക്കന്റെ ബുദ്ധിയാ. ഒടുവിൽ പ്രശ്നം കൊച്ചുകൃഷ്ണന്റെ തീരുമാനത്തിന് വിട്ടു. എന്റെ ഭഗവതി, ഞാൻ പ്രതീക്ഷിച്ച പോലെ വന്നു. അവൻ കാർത്തികയുടെ പേരെ പറയൂ. അവന്റെ മനസ്സ് മുഴുവൻ അവളാണെന്ന്. എന്റെ മോൾ ഉറങ്ങിക്കോ. ചതിച്ചോ? തീരുമാനം എനിക്ക് വിട്ടെന്നോ? വിട്ടുന്ന് മാത്രമല്ല, ഈ 3 പേരിൽ ആരെയാണ് കെട്ടാൻ പോകുന്നതെന്ന് നീ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയുകയും വേണം. നിന്റെ ഒടുക്കത്തെ ഒരു പ്ലാൻ. ലീവ് തീർന്നാലും ഇവിടുത്തെ യുദ്ധം തീരില്ലെന്നാ തോന്നുന്നത്. നീ വിഷമിക്കാതിരിക്കെ. ഒരാഴ്ച സമയമില്ലേ, നമുക്ക് പുതിയ വല്ല പ്ലാനും ആലോചിക്കാം. നിന്റെ മനസ്സിൽ വല്ല പ്ലാനും ഉണ്ടാ? സാഹചര്യങ്ങൾക്കനുസരിച്ച് തന്ത്രങ്ങൾ വന്ന് വീഴും. ഇവന്റെ തന്ത്രങ്ങൾ വെച്ച് ഇനി മുന്നോട്ട് പോണോ? ഒന്നുകൂടെ നോക്കാം. നിങ്ങൾ എന്തോന്നേ കാണിക്കുന്നേ? നീയായിരുന്നു. തീരുമേറ്റിലൊരു സിദ്ധനുണ്ട്, മഹാമാന്ത്രികൻ. കൂടുവിട്ട് കൂടുമാറാൻ ബഹുകമൻ. അയാൾ എന്റെ മോൾക്കൊരു ഭസ്മം ജപിച്ചു തന്നു. ചെവി അറിയണ്ട. അച്ഛാ, ഈ ഭസ്മത്തിന്റെ പുറത്ത് കുറച്ച് കുങ്കുമം കൂടെ ഇട്ടോട്ടെ. ഓ, ഇത് നെറ്റിയിലിടാനുള്ളതല്ല. പിന്നെ എന്തോന്നിനാ? നേരെ ചൊവ്വേ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ഒടിവിദ്യ പ്രയോഗിച്ചെങ്കിലും കുറിപ്പ് കാര്യം നടത്തുമെന്ന് നിനക്ക് അറിയാമല്ലോ. വശീകരണ മന്ത്രം ജപിച്ച് പൂജിച്ചെടുത്ത ഭസ്മം ഞാൻ ഈ മോരി കലക്കിയിട്ടുണ്ട്. ഇതിലൊരല്പം മോള് കുടിക്കണം. എന്നിട്ട് തൊട്ടുരിയാടാതെ കൊച്ചുകൃഷ്ണന് കൊണ്ടുപോയി കൊടുക്കണം. പക്ഷെ കൊച്ചുകൃഷ്ണൻ ചേട്ടൻ കുടിച്ചില്ലെങ്കിലോ? എന്റെ പൊന്നു മോളെ എങ്ങനെയെങ്കിലും അവനെ കൊണ്ട് ഇത് കുടിപ്പിക്കണം. ആ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ മുറിയിലെത്തി അവൻ കുടിക്കുന്നത് വരെ മിണ്ടരുത്. കുടിക്കും, കുടിക്കും. പൊന്നുമോള് സ്പൂൺ വീഴല്ലേ. അവന്റെ വയറ്റിലോട്ട് ഒന്ന് ചെന്നോട്ടെ, പിന്നെ നമുക്ക് കാണാം രാധയും കൃഷ്ണനും പോലെ അവർ ഈ തറവാട്ടിന് ചുറ്റും കളിച്ച് ചിരിച്ച് നടക്കുന്നത്. ഇനി അല്പം നമുക്ക് കുടിക്കാം. അപ്പോഴേ ഇപ്പൊ തന്നെ 2 പേര് ജാഥയായിട്ട് കൊണ്ട് കൊടുത്തേ ഉള്ളൂ. എല്ലാം കൂടി കുടിച്ചാൽ ചെറുക്കന്റെ കുടല് പഴുത്തു പോകും. ഭയങ്കര ദാഹം. കുറച്ച് ഞാനേ. അയ്യോ, എന്ത് പറ്റി?
ഈശോ, അടുത്തത് കൊണ്ടുവരുന്നുണ്ട്. വേണ്ട, എനിക്ക് വേണ്ട. വേണ്ടാത്തോണ്ടാ. അയ്യോ, എനിക്ക് വേണ്ട. അയ്യോ, വേണ്ടാത്തോണ്ടാ. സ്നേഹമില്ലാഞ്ഞിട്ടല്ല. അയ്യോ, വേണ്ടാത്തോണ്ടാ. കുടിക്കാം കുടിക്കാം കുടിക്കാം. ഓ രാവിലെ തുടങ്ങിയ ഒടുക്കത്തെ കുടിപ്പിക്കലാണ്. ഇത് ഞാൻ കുടിക്കട്ടെ. ചുമാരി അയ്യോ വേണക്കുട്ടാ, എന്തു പറ്റി? വേണക്കുട്ടാ. ചേട്ടാ, എന്താ ഇത്? പ്രേതബാധയല്ലോ? എന്താ കാര്യം? വായിക്കാൻ എന്തോ പോയെന്നാണല്ലോ പറയുന്നത്. ആണിയോ? മോരോട് മോരോട് വായിക്കാത്തോട് ഒഴിച്ചോട്. കുടിച്ചോ കുടിച്ചോ. ആ ഇറക്ക്. എന്റെ മുത്തപ്പ, ഞാൻ എന്തായി കാണുന്നേ? അയ്യോ, എനിക്ക് വയ്യ. അവിടെ എഴുന്നേറ്റേ. എല്ലാ കുന്ത്രാണ്ടങ്ങളും ഒപ്പിച്ചു വെച്ചിട്ട് എങ്ങനെ കിടന്ന് ഉറങ്ങാൻ തോന്നുന്നു? അയ്യോ, എന്താ വാറുകുട്ടി, എന്താ? നിങ്ങൾ എന്താ പറഞ്ഞത്? തറവാടിന്റെ മുറ്റത്തോട് ഓടിക്കളിച്ച് നടക്കുന്നോ? ഓടിക്കളിച്ച് നടക്കുന്ന രാധാകൃഷ്ണനെ ഞാൻ കാണിച്ചുതരാം. വാ. എവിടെ എവിടെ എവിടെ? വാ. ദേ കണ്ടോ? എടീ. എടീ. ഇവിടെ വാ. ഇവിടെ വരെ. ഇവിടെ വരെ. ഇങ്ങോട്ട് വാ. എന്താ ഇത്? ഈ പെണ്ണ് ഇങ്ങോട്ട് വാടി. എടീ, ഇങ്ങോട്ട് നോക്കാൻ. ഇവിടെ നോക്കാൻ. നീ അവളെ പിടിച്ച് മാറ്റി. ഇത് ഇവിടെ ഉറച്ചുപോയി. പോ അങ്ങോട്ട്. ഞാൻ